എല്ലാ മച്ചന്മാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബനിയൻ ക്ലോത്ത് ഉപയോഗിച്ചുള്ള അടിപൊളി ചെടിച്ചട്ടിയാണ്. നമുക്ക് സിമെൻ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ബനിയൻ ക്ലോത്ത് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലിൻ്റെ മേലെ നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് സിമെൻറ്റ്. അതിൻ്റെ മേലെ നമ്മളിത് വിരിക്കുന്നതാണ്. കട്ടിയുള്ള രീതിയിലാണ് നമ്മൾ സിമെൻറ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഉയർന്ന സാധനത്തും വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്ത് നമ്മളെ കട്ടി കൂടാനാണ്. കട്ടി കൂടുമ്പോൾ ദീർഘനാളെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ബ്രഷിങ് പൂർത്തിയാകാൻ പോവാണ്. ഏകദേശം ഒരു 48 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് അതിൽ നിന്നും അടർത്തിയെടുത്ത് നോക്കാം. അടർന്നു പോന്നിട്ടില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഈ ബോട്ടിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ട അടുത്ത് വൈറ്റ് സിമെൻറ്റ് ഒന്ന് നമുക്കിത് പൂശി കൊടുക്കണം. വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ പെയിൻറ്റ് അടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പെയിൻറ്റ് അടിക്കാതെയും ഇത് ഉപയോഗിക്കാവും. അത് നല്ല അതിമനോഹരമായിരിക്കും. വൈറ്റ് സിമെൻറ്റ് പൂശിയതിന് ശേഷം നമുക്ക് വൈറ്റ് സിമെൻറ്റ് കോട്ട് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല കോട്ടിങ്ങിലാണ് നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കോട്ടിങ്ങിലെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് അടിച്ച് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് വീഡിയോക്ക് താഴെ ഒന്ന് രേഖപ്പെടുത്തുക. വൈറ്റ് സിമെൻറ്റ് പൂശി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റാകാൻ വെക്കാം. നമുക്ക് ഇത് സെറ്റായി കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറായിരിക്കും. ഏകദേശം സെറ്റായിട്ടുണ്ട്. നല്ല പ്യുവർ വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ഇതിലേക്ക് നമുക്ക് മണ്ണ് നിറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു പ്ലാന്റ്, നല്ലൊരു ചെടി ഇതിലേക്ക് നട്ടു കൊടുക്കാം. ചെടിച്ചട്ടി മണ്ണ് നിറച്ച് കൊടുക്കാൻ മതി. അതിന് ശേഷം നമുക്ക് ചെടി ഇതിലേക്ക് വെക്കാം. ഇപ്പോൾ മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്തിയെടുക്കാം. കുതിർത്തിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെടി നടാം. ഇപ്പോൾ ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി ഗ്ലേസിങ് കൂടിയ ചുവപ്പ് കളറൊന്ന് അടിച്ചെടുക്കാം. നല്ല ബർജറിൻ്റെ നല്ല റെഡ് കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. റെഡ് കളറ്, യെല്ലോ കളറ്, ഗ്രീൻ കളറ് എന്നീ കളറുകളൊക്കെ നമ്മൾ ചെടിച്ചട്ടിക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഷോ ഉണ്ടാവും. കൂടുതൽ ആകർഷണമായി കാണാൻ പറ്റുന്ന കളറുകളാണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ചൂസ് ചെയ്യാം. ഇതുപോലെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുക.